ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് വിശപ്പ് സഹിക്കാൻ പറ്റാതായപ്പോഴാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്നിറങ്ങി റോഡിൽ പോയിരിക്കുന്നത്. ആ വഴി വരുന്ന ആരെങ്കിലും തനിക്ക് ഭക്ഷണം വാങ്ങിത്തരും എന്ന വലിയൊരു പ്രതീക്ഷയിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ വഴിയിലൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു വരുന്നത്. തൻ്റെ ഈ അവസ്ഥ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ഖുർആനിലെ ഒരു ആയത്തിൻ്റെ സംശയം ചോദിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. സംശയത്തിന് മറുപടി പറഞ്ഞ് അങ്ങനെ അബൂബക്കർ തങ്ങളുടെ വീടിൻ്റെ അടുത്തെത്തി കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോവാം എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയും എന്നൊരു വലിയ പ്രതീക്ഷയിലാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. പക്ഷെ ഇതൊന്നും അറിയാത്ത അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞ് നേരെ വീട്ടിലേക്ക് നടന്നുപോയി. വളരെ നിരാശയിൽ അടുത്ത ആൾക്ക് വേണ്ടിയിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ റോഡിൽ തന്നെ കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു ആ വഴിയിലൂടെ വരുന്നത്. പതിവ് പോലെ ഉമർ റളിയല്ലാഹുവിൻ്റെ അടുത്തേക്കും സംശയവുമായിട്ട് ചെല്ലുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവും സംശയത്തിന് മറുപടി പറഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോകുന്നു. പിന്നീട് ആ വഴിയിലൂടെ വരുന്നത് പ്രവാചകനാണ്. പ്രവാചകന്റെ അടുത്തേക്ക് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ സംശയവുമായിട്ട് ചെല്ലുന്നു. പ്രവാചകൻ പുഞ്ചിരിച്ചിട്ട് മറുപടി പറയുകയാണ്, എൻ്റെ അബൂ ഹുറൈറ, നിങ്ങൾക്ക് വേണ്ട ദാഹത്തിൻ്റെ അർത്ഥമല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വരൂ, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാം. പ്രവാചകൻ അബൂ ഹുറൈറയെയും കൂട്ടി തൻ്റെ വീട്ടിലേക്ക് നടക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് അതിരില്ലാത്ത സന്തോഷമായി. കൂടെയുള്ളവരുടെ മനോവേദന അത് പറയുക പോലും ചെയ്യാതെ വായിച്ചെടുക്കുന്ന യഥാർത്ഥ കൂട്ടുകാരൻ്റെ പേരായിരുന്നു പ്രവാചകൻ. അങ്ങനെ അവർ നടന്ന് പ്രവാചകൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ ഒരു പാത്രം നിറയെ പാല്. പ്രവാചകൻ തൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എവിടെ നിന്നാണിത്? അവർ മറുപടി പറയുന്നു, ആരോ അങ്ങയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന് വെച്ചതാണ്. ഉടനെ പ്രവാചകൻ അബൂ ഹുറൈറയെ പള്ളിയിലേക്ക് പറഞ്ഞയക്കുന്നു. അവിടെ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ദരിദ്രരായ പട്ടിണിപ്പാവങ്ങളായ അഹ്ലു സുഫയിലെ എല്ലാ ആളുകളെയും വിളിച്ചു കൊണ്ടുവരാൻ പറയുന്നു. അവരെല്ലാവരും വന്ന് 70-ലധികം ആളുകൾ ആ പാത്രത്തിൽ നിന്ന് പാല് കുടിക്കുന്നുണ്ട്. 70-ലധികം ആളുകൾ മുഴുവൻ കുടിച്ചിട്ടും അവിടുത്തെ വറ്റാത്ത കരുണ പോലെ ആ പാത്രത്തിൽ വീണ്ടും പാല് ബാക്കിയായിരുന്നു.